Welcome to classical mechanics class. The module is classical chaos, and this is class number CM60. Phase curves of a simple harmonic oscillator. Phase curves of a simple harmonic oscillator. So in the previous class we have studied phase plane curves, and here in this class we study phase curves of a simple harmonic oscillator. Class number CM60, classical mechanics for MSc Physics, semester 1. Phase curves of a simple harmonic oscillator. Phase curves of a simple harmonic oscillator. Introduction. A phase curve trajectory is the plot of the dynamical variables of a system in phase space. Phase spaceൽ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേരിയബിൾസ് പ്ലോട്ട് ചെയ്യുന്നതാണ്. അത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ ആകാം. For a one-dimensional simple harmonic oscillator SHO, the phase space is two-dimensional. Coordinate x, displacement. ഒന്നാമത്തെ coordinate x displacement. രണ്ടാമത്തെ coordinate momentum or velocity. When we take velocity, the momentum is automatically coming. Momentum is mv. P is mv, mx dot. Momentum or equivalently velocity. അപ്പോൾ velocity displacement കർവ് അതാണ് phase കർവ്. ഫേസ് പ്ലെയിൻ ഡയഗ്രാം. അതിന് പകരം ഈ വെലോസിറ്റിക്ക് പകരം മൊമെൻറ്റം എടുക്കാം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി ആണ്. എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് എ പ്രോട്ടോടൈപ്പ് ഓഫ് ആൻ ഇൻറ്റഗ്രബിൾ സിസ്റ്റം. ഇൻറ്റഗ്രബിൾ സിസ്റ്റത്തിൻ്റെ ഒരു എക്സാക്റ്റ് മോഡലാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. കംപ്ലീറ്റ്ലി സോൾവബിൾ, നോൺ കയോട്ടിക്. ഇപ്പോൾ സ്മോൾ ആംപ്ലിറ്റ്യൂഡിൽ കംപ്ലീറ്റ്ലി സോൾവബിൾ ആണ് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ. സോ ഈ പ്ലെയിൻ കർവ്സ് ആർ റെഗുലർ ക്ലോസ്ഡ് ഓർബിറ്റ്സ്. അതുകൊണ്ട് അതിൻ്റെ ഫേസ് പ്ലെയിൻ കർവ് റെഗുലർ കർവ്ഡ് ഓർബിറ്റ്സ് ആണ്, അല്ലാതെ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള മാറ്റങ്ങളില്ല. സിമ്പിൾ കർവായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കർവ് അവസാനം കാണിക്കുന്നുണ്ട്. സോ ദ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് xt is equal to a cos omega t plus 5. Or we can write xt is equal to a sin എന്ന് പറയാം, ഒരു മൈനസ് ഇട്ട് വേണമെങ്കിൽ പറയാം. a sin omega t plus 5 എന്ന് പറയാം. വേർ a is the amplitude, അവിടെ ഒരു ലൈൻ ഉണ്ട്, അത് വേണമെന്നില്ല. ഹാർമോണിക് മോഷൻ ഇക്വേഷനായിട്ട് കൊസൈൻ എടുക്കാം നമുക്ക്. a cos omega t plus 5, വേർ a is the amplitude, omega t is the phase. Omega t plus 5 is the total phase and 5 is the initial phase. Here a is the amplitude, phi is the phase constant, initial phase. Then phase curves. We are drawing phase curves here using x and x dot plane. Eliminate time t മാറ്റുക ഇക്വേഷനകത്ത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് x dot square ടൈം ടി മാറ്റുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡോട്ട് ബൈ ഒമേഗ ഹോൾ സ്ക്വയർ ഈസ് എ എന്ന് കിട്ടും. ദിസ് എ ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ്. നമുക്കറിയാമല്ലോ എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ വേണമെന്നാണല്ലോ. അപ്പോൾ ഇത് ഒരു എലിപ്സിന് അതേ മോഡൽ ഇക്വേഷൻ, എലിപ്സിൻ്റെ ഇക്വേഷനാണ്. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ് ഇൻ ഫേസ് സ്പേസ്. Special case, if A is equal to 0, which gives system at equilibrium, that gives phase point at origin. For general A greater than 0, which gives closed ellipse, all trajectories are closed curves that gives motion is perfectly periodic. Energy expression that we have seen in the previous class, their mass is 1, here m is taken. Total energy E is equal to Ke plus Pe, that is half m x dot square plus half k x square. You write as k x square. X square missing ആണ്, ചേർക്കണം. Energy is half m x dot square, that is kinetic energy, plus half k x square. That is the total energy. Dividing by E and take mass to the denominator
Then we can, by taking two steps, we can make this equation. അതായത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, മുകളിൽ കിടക്കുന്ന എം താഴെ കൊണ്ടുവന്ന് എഴുതാമല്ലോ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ എം താഴെയുള്ളത് അല്ലെങ്കിൽ കെ താഴെയുള്ളത് മുകളിൽ കൊണ്ടുപോകുന്ന അർത്ഥം. ഒരു ഫ്രാക്ഷനെ ഒരു സംഖ്യയെ നമ്മളൊരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുകയാണ്, അപ്പോൾ മറിച്ചിട്ട് ഗുണിക്കണം. മറിച്ചിട്ട് ഗുണിക്കുമ്പോൾ മുകളിലത്തെ ഇക്വേഷൻ കിട്ടും. സോ ദ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് x² / 2e/k plus x² / 2e/m is equal to 1. This is an equation for ellipse, you understand? Or actually in the form of a circle equation. Each ellipse is phase space corresponding to constant energy level, energy orbit. Large ellipses gives higher energy. Energy conservation ensures the phase trajectory never spirals inward or outward. അപ്പോൾ ഇവിടെ സ്പേസ് ട്രജക്ടറി സ്പൈറൽ ചെയ്യത്തില്ല, അത് ഒന്നെങ്കിൽ സർക്കിളായിരിക്കും, പുറത്തേക്കോ അകത്തേക്കോ അത് സ്പൈറൽ ചെയ്ത് പോകുന്നില്ല, നേരത്തെ കണ്ടതുപോലെ. റിലേഷൻ ടു ക്ലാസിക്കൽ കൈയൂസ്, ഇതിന് ക്ലാസിക്കൽ കൈയൂസുമായിട്ടുള്ള റിലേഷൻ എന്താണ്? സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് നോൺ കയോട്ടിക്, phase trajectories are predictable, closed, regular. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫേസ് ട്രജക്ടറി അത് പിന്നെ പ്രഡിക്റ്റബിൾ ആണെന്ന് പറയാൻ പറ്റും, ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് കർവ്സ് ആണ്, റെഗുലർ ആണ്. ഇൻ കോൺട്രാസ്റ്റ് കയോട്ടിക് സിസ്റ്റംസ് ഷോ, കയോട്ടിക് ആണെങ്കിൽ നോൺ ലീനിയർ ആണെങ്കിൽ അപ്പിയോഡിക് ഓർബിറ്റ്സ്, സെൻസിറ്റീവ് ഡിപ്പെൻഡൻസ് ഓൺ ഇനിഷ്യൽ കണ്ടീഷൻസ്, strange attractors in phase space. Thus, studying the simple harmonic oscillator phase curves provides a baseline for understanding how non-linearities or perturbations, example damping, driving, inharmonicity, can destroy these regular ellipse and lead to chaos. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, ദ സ്റ്റഡിയിങ് ദി സിമ്പിൾ ഹാർമോണിക് ഫേസ് കർവ്സ് പഠിച്ചാൽ എന്താണ് നമുക്ക് പ്രയോജനം? ഇറ്റ് ഈസ് എ ബേസ് ലൈൻ ഫോർ അണ്ടർലൈനിങ്. അതൊരു ബേസ് ലൈനാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, മനസ്സിലാക്കുന്നതിലൂടെ അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഹൗ non-linearities or perturbations can destroy these regular ellipses. അപ്പോൾ ലീനിയർ മോഷനിലെ റെഗുലർ എലിപ്സിനെ എങ്ങനെ മാറ്റാൻ സാധിക്കും, പെർട്ടർബേഷൻ കൊണ്ട് എങ്ങനെ മാറ്റാൻ സാധിക്കും, നോൺ ലീനിയാരിറ്റിയിലേക്ക് എങ്ങനെ പോകാൻ കഴിയുന്നു, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഇത്തരം കർവ് പഠിച്ചാൽ മനസ്സിലാകും. ഫേസ് പോർട്രേറ്റ് സമ്മറി, ഈ ഫേസ് കർവിൻ്റെ സമ്മറി പറയാൻ. ആക്സിസ് എക്സ് വേഴ്സസ് എക്സ് ഡോട്ട്, നമ്മൾ എക്സ് ഡോട്ടും കൊണ്ടാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ എക്സ് വേഴ്സസ് പി, അങ്ങനെ വേണം വരയ്ക്കാൻ. രണ്ട് കോർഡിനേറ്റ് വേണം, ഒരു കോർഡിനേറ്റ് എക്സ് ആണെങ്കിൽ മറ്റേ കോർഡിനേറ്റ് എക്സ് ഡോട്ട് ആയിരിക്കും, അല്ല ഒരു കോർഡിനേറ്റ് എക്സ് ആണെങ്കിൽ മറ്റേ കോർഡിനേറ്റ് മൊമെൻറ്റം ആയിരിക്കണം. ഷേപ്പ് ഫാമിലി ഓഫ് കോൺസെൻട്രിക് എലിപ്സസ് അറൗണ്ട് ഒറിജിൻ, സെൻറ്റർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം അറ്റ് ഒറിജിൻ, നേച്ചർ ക്ലോസ്ഡ് ഓർബിറ്റ്സ് ദാറ്റ് ഗിവ്സ് നോ കയോസ്. Key takeaway, the phase curves of a simple harmonic oscillator are elliptical, enclosed trajectories representing constant energy surfaces. Unlike chaotic systems, simple harmonic oscillator phase space is regular and predictable, making the reference model for studying deviations toward classical chaos. അപ്പോൾ ഇതാണ് ഒരു റെഗുലർ പാത്ത്, സർക്കുലർ പാത്ത്, ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫേസ് കർവ്, ഫേസ് സ്പേസ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ എല്ലാം സർക്കിൾസാണ്. ഒരു പ്രത്യേക എനർജി കഴിഞ്ഞാൽ മാത്രമേ അത് കയോട്ടിക്കായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇത് സർക്കുലർ മോഷനായിട്ട് നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ഒരു ലീനിയർ ഹാർമോണിക്കിൻ്റെ ഫേസ് കർവാണ് വരച്ചിരിക്കുന്നത്. മൊമെൻറ്റം ഓൺ ദി എക്സ് ആക്സിസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് മൊമെൻറ്റം ഓൺ ദി വൈ ആക്സിസ്.
the total energy is given. This picture represents non-chaotic motion. So all ellipses, not ellipses, all paths are circles. The total energy is half k square plus p square by 2. The phase curves or phase space diagram of a simple harmonic oscillator is a circle centered at the origin plotted in a phase with the position on the x-axis and momentum or velocity on the y-axis. The specific circle depends on the oscillator's total energy with higher The specific curve depends on the oscillator's total energy with higher energies corresponding to larger clockwise moving circles that represent greater amplitude and speed. And here is the questions. Here are the questions. Explain briefly the phase portrait of a simple harmonic oscillator. Question number 2. Give the energy interpretation of phase curve of simple harmonic oscillator. Explain the relation of simple harmonic oscillator phase curve to classical chaos. Give the phase portrait summary of the SH oscillator, simple harmonic oscillator. Draw the phase diagram of simple harmonic oscillator, SH oscillator. These are the questions. And with this, the class number CM60 is over. We continue the class. Thank you very much.